എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ ഇന്നറിയാം നമുക്ക് ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്, വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ സംസ്ഥാന ഗവൺമെൻറ് ഇന്ന് കൂടുതൽ പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി, വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഉന്നത തലങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാകുന്ന അനീതി വളരെ വലുതാണ്. നമുക്കൊരു വീഡിയോ കാണാം. ഒരു യുവാവ് ഒരു സംരംഭം തുടങ്ങുകയാണ്. യുവാവ് നേരിട്ടിട്ടുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കതിലേക്കൊന്ന് നോക്കാം. കേരളത്തിൽ ഒരു ബിസിനസ് നടക്കൂല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഇരിക്കാൻ എന്നുള്ള ബ്രാൻഡ് ഇപ്പൊ പൂട്ടേണ്ട അവസ്ഥ വന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ എത്രയോ ആളുകൾക്ക് അതൊരു ഉപകാരമായിരുന്നു. ഞങ്ങൾ വെറുതെ തോന്നിയ പോലെ തുടങ്ങിയതല്ല. എത്രയോ പേർക്ക് അത് ഹെൽപ്ഫുൾ ആണ്. എത്രയോ ആളുകൾ നമ്മളോട് വന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. പ്രായമുള്ള ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ബീച്ചിൽ പ്രായമുള്ള ആൾക്കാരെ കൊണ്ടുവരില്ല. നമ്മൾ ഈ ഒരു ബിസിനസ് വന്നതുകൊണ്ട് തന്നെ അവർക്കൊക്കെ നിലത്തിരിക്കാതെ നല്ലോണം കസേരയിലൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് കുറെ ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത്രയും നല്ല ഹാപ്പി ആയിട്ട് പോയതാണ്. കാരണം കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് നമുക്ക് ഭയങ്കര നമുക്ക് എനർജി ആയിരുന്നു വന്നായിരുന്നു. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ, ഞാനിതിന്റെ ആദ്യം മുതലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിന്റെ ലൈസൻസിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെന്നത് കോർപ്പറേഷനിലാണ്. കോർപ്പറേഷനിൽ ചെന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് അവരുടെ പരിധിപ്പെട്ടതല്ല, ഇത് പോർട്ട് ഓഫീസിന്റെ പരിധിപ്പെട്ടതാണ്, നിങ്ങൾ അവിടെ പോയി കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ അവരങ്ങനെ പറഞ്ഞ ശരിക്കും ഞാൻ നേരെ പോർട്ട് ഓഫീസിൽ പോയി. അവിടെ എനിക്ക് വേറെ ഒരു ഉദ്യോഗസ്ഥന്മാരും ഒരാളെയും കാണാൻ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് നേരെ പറഞ്ഞത് പോർട്ട് ഓഫീസിന് പോയി കാണാനാണ്. എന്നിട്ട് ഞാൻ നേരെ അവിടുന്ന് കോഴിക്കോട് പോർട്ട് ഓഫീസിൽ പോയി ഞാൻ എന്റെ അപേക്ഷ കൊടുത്തു. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു, ആധാറിന്റെ കോപ്പി വേണമെന്ന് പറഞ്ഞു, എല്ലാം കൊടുത്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു, അത് ബേപ്പൂരിലേക്ക് അയച്ചു. എനിക്ക് അവിടുന്ന് കോൾ വരുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ബേപ്പൂര് പോയിട്ട് അവിടുത്തെ സാറിനെ കണ്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. എന്നോട് ഒരു വർഷത്തേക്ക് അവർ ആവശ്യപ്പെട്ടത് 60,000 രൂപയാണ്. അതായത് ഒരു ചെയറിന് ഒരു മാറ്റിനും 6,000 രൂപ വെച്ചിട്ട് ഒരു വർഷത്തേക്ക് 60,000 രൂപ, 10 ചെയറും 10 മാറ്റും. അങ്ങനെയാണ് നമ്മളോട് അവർ പേയ്മെന്റ് വന്നത്. അപ്പോൾ ആ സാറിനെ പറഞ്ഞു, നിങ്ങൾ സ്റ്റാർട്ടപ്പ് അല്ലേ, അപ്പോൾ ഒരു മാസത്തെ പേയ്മെന്റ് അടച്ചാൽ മതി, എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് പേയ്മെന്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു മാസത്തെ പേയ്മെന്റ് ചെയ്തു. ഞങ്ങൾ 23-ാം തീയതി KLF നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മളെ ബിസിനസ് ഓപ്പൺ ചെയ്തു. അങ്ങനെ ഓപ്പൺ ചെയ്ത് നല്ലോണം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ആ ബേക്കിലെ കടക്കാർ നമ്മളോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഇത് ഇവിടെ ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞങ്ങൾ പേയ്മെന്റ് ഒക്കെ ഉണ്ട്, ലൈസൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇത് ഇവിടെ ഇടാൻ പറ്റില്ല, ഇത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവരായിട്ട് പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അത് അവിടുന്ന് എടുത്ത് മാറ്റി സ്റ്റേജിന്റെ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടിട്ടു. അപ്പൊ നമ്മളെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വീഡിയോസിലൊക്കെ വൈറലായത് ആകാശവാണിയുടെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ എല്ലാവരും അവിടെ വന്നിട്ട് തിരിച്ചു പോവാണ്. കുറെ ആളുകൾക്ക് കിട്ടുന്നില്ല, മെസ്സേജ് അയക്കുകയാണ്, കോൾ വിളിക്കുകയാണ്. അങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ച് വീണ്ടും അവിടെ തന്നെ കൊണ്ടിട്ടു. അങ്ങനെ കൊണ്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു നോമ്പൊക്കെ ഒരു കുറച്ച് തുടങ്ങിയപ്പോൾ ഹെൽത്തുകാർ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ആരെ ബേക്കിലുള്ള കടക്കാരെ ഷോപ്പുകളെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഹെൽത്തുകാർ വന്നപ്പോൾ അവരെ ചെക്കിങ് കഴിഞ്ഞ അവർ നേരെ അവരെ കൂട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സാർ ഇതിവിടെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല, നമ്മൾ മാറ്റ് കസ്റ്റമേഴ്സ് കൊണ്ടുപോയിട്ട് ഫുഡിന്റെ വേസ്റ്റ് അവിടെ ഇട്ടിട്ട് പോകുന്നു എന്നുള്ള പരാതിയാണ് അവരപ്പോൾ പറഞ്ഞത്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻസ് എല്ലാം ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ വേസ്റ്റിന്റെ കവർ കൊടുക്കാം, ആ വേസ്റ്റ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് കോർപ്പറേഷന് കൊടുക്കാം, അതൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും കേട്ടില്ല. അപ്പൊ പോർട്ട് ഓഫീസ് തന്ന ലൈസൻസ് അവർ പിടിച്ചു വാങ്ങിയിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു, ഇത് നാളെ ഓഫീസിൽ വന്നിട്ട് വാങ്ങിക്കോ, അവിടെ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, സാർ ഒരു 5 മിനിറ്റ് ഞങ്ങൾ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, 5 മിനിറ്റ് 1 മിനിറ്റ് പോലും തരില്ല എന്ന് പറഞ്ഞു. ഞങ്ങളോട് IPC 113 കാര്യം കേസ് എടുക്കും, ഇറങ്ങി പോകാനൊക്കെയാണ് ഞങ്ങളോട് വേണ്ട അവസ്ഥ വരുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും വിദേശത്തും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നത് കേരളത്തിൽ ഒരു ജോലി സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ തന്നെ ചെറുപ്പക്കാർ തന്നെ ജോലി സാധ്യത കണ്ടുപിടിച്ച് വരുമ്പോൾ അതിന് ഇങ്ങനത്തെ കുറേ തടസ്സങ്ങളാണ് നമുക്ക് ഫ്രണ്ടിലുള്ളത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ കേരളത്തിലുള്ള ചെറുപ്പക്കാർ ഇവിടെ ജീവിച്ചു പോവുക?